ഇപ്പോൾ അവിടെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്യൂസ് മെയിൻ ഫീഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെളിച്ചെത്തും. ഇനി ഇങ്ങനെ അനുഭവം ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഈ അനുഭവം ഞാൻ ഷുഗർ പേഷ്യൻ്റാണ്. എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുകൊണ്ട് ഇന്നെ ശിക്ഷിക്കാൻ പാടില്ല. അവരെ പാടായി. അതെ ശരി, എൻ്റെ കറണ്ട് കട്ട് ചെയ്ത് അപ്പോൾ ആ തെറ്റാ ചെയ്ത് ചെയ്യും പറയാമോ? ഏതൊരു മക്കൾ തെറ്റ് ചെയ്താലും അച്ഛനെയും അമ്മയും അല്ല ശിക്ഷിക്കേണ്ടത്. അല്ല, ഏത് മക്കൾ അച്ഛനും അമ്മയും മക്കളെ ശിക്ഷിക്കേണ്ടത്. തെറ്റാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ, അതിൽ ഒരു വിരോധവും ഇല്ല. നേരെ മറിച്ച് ഇത്തരം പ്രതികാര നടപടി പാടില്ല. എൻ്റെ ഒരാൾക്ക് വരാൻ പാടില്ല, ഒരാൾക്കും. ഓക്കെ, റസാഖ് അദ്ദേഹത്തെ സംബന്ധിച്ച രോഗി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പ്രതികരണത്തിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ കടക്കുന്നില്ല. പക്ഷേ ഈ പോരാട്ടത്തിനൊപ്പം നിന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു സന്തോഷകരമായ വാർത്തയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ഒരു പോരാട്ടം എന്ന് പറയുന്നത് അത് ഒരു തെറ്റ് ചെയ്ത ആളെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് അജ്മൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അജ്മൽ ശിക്ഷിക്കപ്പെടണം. ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ആ ന്യായം ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അജ്മലിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കൃത്യമായി റിമാൻഡ് ചെയ്യുന്ന നടപടിയൊക്കെ ഉൾപ്പെടെ പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. 2 എഫ്ഐആറുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവമ്പാടി പോലീസ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒന്നും തന്നെ ആരും വിയോജന കുറിപ്പോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അതേസമയം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രോഗികളായിട്ടുള്ള ഉമ്മയെയും ഉപ്പയെയും ഇരുട്ടിലാക്കുകയും അവർക്ക് വെള്ളം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സാധ്യമാകാത്ത തരത്തിലേക്ക് ഒരു പ്രതികാര നടപടി എന്ന കണക്കിന് നീക്കങ്ങൾ KCB നടത്തിയപ്പോഴാണ് പ്രത്യക്ഷ പ്രതിഷേധവുമായിട്ട് ഇങ്ങനെ നാട്ടുകാർ ഒന്നടങ്കം കൂടിയത്. അജ്മലിന്റെ സഹപ്രവർത്തകർ, പാർട്ടിക്കാർ എല്ലാം തന്നെ ഒത്തുചേർന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇവർ എന്താണോ ആഗ്രഹിച്ചത് ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഉപാധികളില്ലാതെ തന്നെ വൈദ്യുതി കണക്ഷൻ നൽകാനുള്ള തീരുമാനം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് IASന്റെ ഭാഗത്ത് തന്നെ നിർദ്ദേശമായി പുറത്തേക്ക് വരുന്നു. നമ്മൾ നേരത്തെയൊക്കെ കണ്ടത് തഹസിൽദാർ എത്തി ആദ്യഘട്ടത്തിൽ ഒരു നോട്ടീസ് നൽകി കൃത്യമായി ഈ തെറ്റ് അത് പൂർണ്ണമായും ഈ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ ദേഹത്തേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു കോണിൽ നടന്നപ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയും ആ നീക്കം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് പൊതുവെ ഇവർ സ്വീകരിക്കുകയും ചെയ്തു. അതിന്റെ കൂടി വിജയമാണ് ഏറ്റവും ഒടുവിൽ സർക്കാരിന്, പ്രത്യേകിച്ച് KCB ഉദ്യോഗസ്ഥർക്ക് ഈ ഒരു പോരാട്ടത്തിന് മുൻപിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നതാണ്. ഇനിയും അങ്ങോട്ട് ആരെങ്കിലും ഇത്തരത്തിൽ കുട്ടികൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ രക്ഷിതാക്കളെ ശിക്ഷിക്കുന്ന പ്രാകൃതമായ നടപടിയിലേക്ക് KCB പോകരുത് എന്നുള്ള നിലപാടിന് ഒരു ആക്കം കൂട്ടുന്ന അത്തരത്തിൽ ഒരു നിലപാടെടുക്കുമ്പോൾ അതിനൊന്നുകൂടി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു നടപടി കൂടിയാണ് ഇപ്പോൾ തിരുവമ്പാടിയിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വീണ്ടും ആവർത്തിക്കുകയാണ്, അജ്മൽ എന്ന യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകളെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ഒരു ഉദ്യോഗസ്ഥനെ